ഹായ് ആൾ, വെൽക്കം ടു ടെക് പി എസ് സി. ടെക് പി എസ് സിയുടെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇൻസ്പെക്ടർ ഓഫ് ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റിലോട്ടുള്ള ഇൻസ്പെക്ടർ പോസ്റ്റിലോട്ടുള്ള എക്സാമിന്റെ ഡേറ്റ് വന്ന കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. നമുക്ക് സെപ്റ്റംബറിലാണ് എക്സാം വരുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ടെക് പി എസ് സിയുടെ ഒരു 70 ഡേയ്സ് സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ പ്രസന്റ് ചെയ്യുന്നത്. സോ നമുക്ക് അതിന് മുന്നോടിയായിട്ട് നമുക്ക് എക്സാമിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. കാറ്റഗറി നമ്പർ വരുന്നത് 613/2025 ആണ്. 2025 613 നമ്പറിലുള്ള നോട്ടിഫിക്കേഷൻ ആയിരുന്നു ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റിലോടുള്ള ഇൻസ്പെക്ടർ എന്നുള്ള പോസ്റ്റ്, ഇൻസ്പെക്ടർ ഓഫ് ലീഗൽ മെട്രോളജി എന്ന് പറയുന്നത്. നമുക്ക് ഇതിന്റെ കൺഫർമേഷൻ ഇപ്പോൾ ഓപ്പൺ ആണ്. അപ്പോൾ നമുക്ക് കൺഫർമേഷൻ കൊടുക്കാനുള്ള സമയമാണ്. നിങ്ങൾ എല്ലാവരും ഈ എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കൺഫർമേഷൻ കൊടുക്കുക. അതോടൊപ്പം തന്നെ കൺഫർമേഷൻ കൊടുക്കാനുള്ള ഏറ്റവും അവസാന ഡേറ്റ് എന്ന് പറയുന്നത് 12/7/2026 ആണ്. അതായത് അടുത്ത മാസം ജൂലൈ 12-ാം തീയതിയാണ് നമുക്ക് അതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് വരുന്നത്. എക്സാമിന്റെ ഡേറ്റ് വരുന്നത് സെപ്റ്റംബർ 5 ആണ് അല്ലെ. സെപ്റ്റംബർ 5, 2026 ആണ് നമ്മളുടെ എന്ത് വരുന്നത്, എക്സാമിന്റെ ഡേറ്റ് വരുന്നത്. അപ്പൊ നമുക്ക് ഇനി കറക്റ്റ് ഒരു 70ഓളം ദിവസമാണ് നമുക്ക് നമ്മുടെ മുന്നിലുള്ളത്. അപ്പൊ ആ 70 ദിവസത്തേക്കുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ടെക് പി എസ് സിയിൽ ഇതിന് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്മളുടെ കോഴ്സിലെ ഫുള്ളി സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള സിലബസ് എന്താണെന്നും സിലബസിന്റെ ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ നമ്മൾ നെക്സ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ ഫുള്ളി സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള റെക്കോർഡർ ക്ലാസ്സസ് പ്ലസ് എക്സ്ട്രാ ലൈവ് സെക്ഷൻസ് കാര്യങ്ങളൊക്കെ തന്നെ നമ്മളുടെ ഈ കോഴ്സിൽ ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ അതിന്റെ PDF നോട്ട്സ്, മോക്ക് ടെസ്റ്റുകൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതേപോലെ തന്നെ കംപ്ലീറ്റ്ലി മോഡൽ എക്സാംസ് കാര്യങ്ങളെല്ലാം തന്നെ നമ്മളുടെ ഈ ഒരു കോഴ്സിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ കോഴ്സിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടും കോഴ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ദെൻ നെക്സ്റ്റ് നമുക്ക് ഇതിന്റെ സിലബസ് ഓവർവ്യൂ ഒന്ന് നോക്കാം. എങ്ങനെയാണ് ഇതിന്റെ സിലബസ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. 100 മാർക്കിന്റെ എക്സാം ആണ് നമുക്ക് നോർമലി ഉള്ളത്. 100 മാർക്കിനെ ഇതിനൊരു 5 പാർട്ടായിട്ട് നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് ബേസിക്സ് ഓഫ് ഇലക്ട്രോണിക് മെഷർമെന്റ് സിസ്റ്റം ആണ്. ഫസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് ഇലക്ട്രോണിക് മെഷർമെന്റ് സിസ്റ്റത്തിന്റെ ബേസിക്സും കാര്യങ്ങളാണ്. അതിന് നമുക്ക് ടോട്ടൽ വരുന്നത് 10 മാർക്കാണ്. 10 മാർക്കിലാണ് ഈ ഒരു ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക. അതടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആണ്. കമ്പ്യൂട്ടറിന്റെ ബേസിക്സ് ആണ്. കമ്പ്യൂട്ടറിന്റെ ബേസിക്സിൽ നിന്നും ഒരു 10 മാർക്കാണ് അടുത്തായിട്ട് ഒരു സെറ്റ് ഉണ്ടായിരിക്കുക. നെക്സ്റ്റ് വരുന്നത് കെമിസ്ട്രി ആണ്. കെമിസ്ട്രി അപ്പോൾ മെയിൻ ആയിട്ട് ഇതിലെ 3 സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് കെമിസ്ട്രിയും ഫിസിക്സും മാത്സും ആണ് അല്ലെ. സോ കെമിസ്ട്രി എന്ന് പറയുന്നത് 30 മാർക്കിനും അതേപോലെ തന്നെ ഫിസിക്സ് 30 മാർക്കിനുമാണ് നമുക്ക് ഇതിലെ എക്സാമിന് സിലബസിൽ ഉണ്ടായിരിക്കുക. അതോടൊപ്പം തന്നെ മാത്സ് എന്ന് പറയുമ്പോൾ മെന്റൽ എബിലിറ്റിയും എല്ലാം ഉൾപ്പെടുത്തിയിട്ട് നമുക്കൊരു 20 മാർക്കാണ് മാത്സുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ ടോട്ടലി അപ്പോൾ ഫിസിക്സും കെമിസ്ട്രിയും 30ഉം മാത്സ് 20ഉം അതോടൊപ്പം തന്നെ ബേസിക് കമ്പ്യൂട്ടറും ബേസിക് ഇലക്ട്രോണിക് മെഷർമെന്റ് സിസ്റ്റം 10 മാർക്ക് വീതമാണ് നമുക്ക് ഉണ്ടാകുക. ടോട്ടൽ 100 മാർക്കിലോട്ടായിരിക്കും എക്സാം. അപ്പൊ ഇനി നമുക്ക് പറയാനുള്ളത് എന്ന് പറയുന്നത് നമ്മളുടെ 70 ഡേയ്സ് സ്റ്റഡി പ്ലാൻ ആണ്. നമുക്ക് കൃത്യമായിട്ട് ഒരു പ്ലാന് കറക്റ്റ് ആയിട്ട് ഒരു പ്ലാനിനോട് കൂടിയിട്ട് നമ്മൾ ഇനി വരുന്ന 70 ദിവസം കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ എക്സാം ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇനിയൊരു ഡേറ്റ് മുതൽ എക്സാം വരെയുള്ള ഡേറ്റിലോട്ട് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നും എന്തൊക്കെ ടോപ്പിക്സ് പഠിക്കണം, അതിനുവേണ്ടി നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് എന്ന് പറയുന്നത് ജൂൺ 26 ആൻഡ് 27 നമ്മളെ ഡേറ്റ് പറഞ്ഞാൽ ജൂൺ 26, 27 ദിവസങ്ങളിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് പഠിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ BMS, ബേസിക് ഇലക്ട്രോണിക് മെഷർമെന്റ് സിസ്റ്റം നമ്മൾ പറഞ്ഞല്ലോ അല്ലേ. സോ അതാണ് BMS എന്ന സബ്ജക്റ്റിൽ കൊടുത്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് സബ്ജക്റ്റിന്റെ കവറേജ്, അതേപോലെ തന്നെ ക്വിക്ക് റിവിഷൻ, ടോപ്പിക് വൈസ് ടെസ്റ്റ്, സ്മാർട്ട് നോട്ട് മേക്കിംഗ്, ഇതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അതായത് സബ്ജക്റ്റിൽ നമുക്ക് ടോപ്പിക് വൈസ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണം. അതോടൊപ്പം തന്നെ ക്വിക്ക് ആയിട്ടുള്ള റിവിഷൻ നടത്തണം. ടോപ്പിക് വൈസ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യണം. അതോടൊപ്പം തന്നെ നമുക്കൊരു ക്യാപ്സൂൾ നോട്ട് പോലെ അല്ലെ, ഷോർട്ട് നോട്ട് പോലെ ഒരു സ്മാർട്ട് നോട്ട് നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചതിൽ നിന്ന് നമ്മൾ മേക്ക് ചെയ്യുകയും ചെയ്യണം. സോ ഫസ്റ്റ് നമുക്ക് അപ്പോൾ 2 ദിവസങ്ങളിലായിട്ട് നമ്മൾ പഠിക്കേണ്ടത് ഇതാണ്. നെക്സ്റ്റ് അടുത്ത 2 ദിവസങ്ങളിലായിട്ട് ജൂൺ 28 അല്ലെങ്കിൽ ജൂൺ 29 ഇല്ലേ, ഈ 2 ദിവസങ്ങളിലായിട്ട് പിന്നെ നമ്മൾ നോക്കേണ്ടത് കെമിസ്ട്രിയാണ്. നമുക്കറിയാം നമ്മൾ ഒരു സബ്ജക്റ്റിനെ കണ്ടിന്യൂസ്ലി കുറേ ദിവസത്തേക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, അത് നമുക്കൊരു ഡിഫിക്കൽട്ടി ക്രിയേറ്റ് ചെയ്യും. നമുക്കത് പെട്ടെന്ന് കുറച്ച് കഴിയുമ്പോൾ ഒരു മടുപ്പ് വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. സോ അതിന് നമുക്ക് എന്ത് ചെയ്യാം, 2 ദിവസം കൂടുന്ന സമയത്തിനനുസരിച്ച് ടോപ്പിക്കുകൾ ചേഞ്ച് ചെയ്തിട്ട് ഓരോ ഭാഗങ്ങളിൽ നിന്നായിട്ട് പഠിക്കാം. സോ ഇതിൽ നമുക്കറിയാം ഇത്രയും ഭാഗങ്ങൾ പഠിക്കേണ്ടതായിട്ടുള്ളത് കൊണ്ട് അപ്പോൾ നെക്സ്റ്റ് നമുക്ക് അടുത്തതായിട്ട് കെമിസ്ട്രി പഠിക്കാം. കെമിസ്ട്രി സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്നുള്ള ടോപ്പിക്കിന്റെ ഭാഗത്താണ്
നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കെമിസ്ട്രി പഠിക്കേണ്ടത്. അതിൽ നമ്മൾ സബ്ജക്റ്റിൽ ആ പറയുന്ന ടോപ്പിക് അനുസരിച്ചുള്ള കറക്റ്റിലെ കവറേജ് അനുസരിച്ച് ആ സബ്ജക്റ്റും കാര്യങ്ങളും പഠിക്കണം. അതോടൊപ്പം തന്നെ അതിൽ ക്വിക്കായിട്ടുള്ള റിവിഷൻ നടത്തണം. പിന്നെ ടോപ്പിക് വൈസ് ടെസ്റ്റ് ചെയ്യണം. അതേപോലെ സ്മാർട്ട് നോട്ട്സ് മേക്ക് ചെയ്യുകയും വേണം. സ്മാർട്ട് നോട്ട്സ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചതിന് ശേഷം നമുക്കതിൽ നിന്ന് ക്യാപ്സ്യൂളായിട്ട് നമുക്കത് ഷോർട്ട് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നോക്കാൻ കഴിയാം. അപ്പോൾ നമ്മൾ എക്സാമിൻ്റെ മുന്നോടിയായിട്ട് ലാസ്റ്റ് റിവിഷൻ നടത്തുന്ന സമയത്ത് ഫുള്ള് ടോപ്പിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കവർ ചെയ്യാനുള്ള സമയം ഉണ്ടായിരിക്കില്ല. അപ്പോൾ നമുക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ തന്നെ സ്വയം ഉണ്ടാക്കിയിട്ടുള്ള ഈ സ്മാർട്ട് നോട്ട്സ് ഉപയോഗിച്ചിട്ട് പഠിക്കുകയായിരിക്കും. നെക്സ്റ്റ് ജൂൺ 30 മുതൽ ജൂൺ 30, ജൂലൈ 1, ജൂലൈ 2 ഈ ദിവസങ്ങളിൽ നമ്മൾ പഠിക്കേണ്ടത് കമ്പ്യൂട്ടറിന്റെ ഭാഗത്ത് നിന്നാണ്. കമ്പ്യൂട്ടറിന്റെ കാര്യത്തിൽ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടറിന്റെ ഭാഗത്ത് നിന്നായിരിക്കണം നമ്മൾ പഠിക്കേണ്ടത്. അതിൽ തന്നെ നമ്മൾ ടോപ്പിക്സുകൾ പഠിക്കണം, മോക്ക് ടെസ്റ്റുകൾ ചെയ്യണം, നേരത്തെ പറഞ്ഞ പോലെ സ്മാർട്ട് നോട്ട്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യണം. നെക്സ്റ്റ് അടുത്തെന്ന് പറയുന്നത് ഫിസിക്സിന്റെ ഭാഗമാണ് നമുക്ക് വരുന്നത് അല്ലേ. ഫിസിക്സിന്റെ ഭാഗമാണ്. ഫിസിക്സിന്റെ ഭാഗത്തിലെ മെഷർമെന്റ് എന്ന ഭാഗത്തുള്ള ടോപ്പിക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നെക്സ്റ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യമുള്ളത്. മെഷർമെന്റിന്റെ ഭാഗത്തുള്ള ടോപ്പിക്കാണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കേണ്ടത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ എന്തെങ്കിലും സബ്ജക്റ്റ് കവർ ചെയ്യണം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിവിഷന്, മോക്ക് ടെസ്റ്റുകൾ, അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്യുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം. പിന്നെ ജൂലൈ 4 ആൻഡ് ജൂലൈ 5 4th 5th ജൂലൈയിൽ എന്ന് പറയുന്നത് നമ്മൾ മാത്സിലെ മെന്റൽ എബിലിറ്റി റീസണിങ് ഭാഗങ്ങളിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യണം. മെന്റൽ എബിലിറ്റിയുടെ കൺസെപ്റ്റ് മനസ്സിലാക്കി കൃത്യമായിട്ട് എങ്ങനെയാണ് ഇതിന്റെ കൺസെപ്റ്റ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പ്രോബ്ലംസ് നമ്മൾ ചെയ്ത് വർക്ക്ഔട്ട് ചെയ്തിട്ട് പഠിക്കണം. ദെൻ നെക്സ്റ്റ് ജൂലൈ 6 and 7 കെമിസ്ട്രി ഭാഗത്ത് നിന്നാണ് അടുത്ത നമ്മളുടെ ടൈം ടേബിളിൽ നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ കെമിസ്ട്രിയിൽ അടുത്തൊരു ടോപ്പിക് എന്നുള്ള രീതിയിൽ ആ ഭാഗങ്ങളിൽ നിന്നായിരിക്കണം കവർ ചെയ്യേണ്ടത്. ദെൻ ജൂലൈ 8 and 9th 10th ഈ ഒരു 3 ദിവസങ്ങളിലായിട്ട് നമ്മൾ ഫിസിക്സിലെ മെക്കാനിക്സ് എന്നുള്ള ഭാഗം അല്ലെ, മെക്കാനിക്സിന്റെ ഭാഗത്തു നിന്നുള്ള ലോസും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കവർ ചെയ്യേണ്ടത് കേട്ടോ. സോ ഇതിന്റെ കൂടെ തന്നെ ഇതിനുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്തിരിക്കുന്ന മാർക്ക് കൂടി കൊടുത്തിട്ടുണ്ട്. നമുക്ക് 4 മാർക്കിനാണ് മെക്കാനിക്സ് ഉള്ളത്. അപ്പോൾ മെക്കാനിക്സിന്റെ ഭാഗങ്ങൾ നമ്മൾ കവർ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ജൂലൈ 11th നമ്മൾ എന്ത് ചെയ്യണം, കെമിസ്ട്രിയിലെ ബാക്കിൽ ഇലക്ട്രോ കെമിസ്ട്രി എന്നുള്ള ഭാഗമാണ് നമ്മൾ കവർ ചെയ്യേണ്ടത്. 2 മാർക്കിനാണ് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക. സോ ആ ടോപ്പിക്സ് ഒക്കെ കവർ ചെയ്ത് അതിലെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വർക്ക്ഔട്ട് ചെയ്യുക. ദെൻ ജൂലൈ 12th വരുന്ന സമയത്തേക്ക് നമ്മൾ മാത്സിലെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന്റെ ഭാഗം, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന്റെ ഭാഗത്ത് നിന്നും 2 മാർക്കാണ്. അപ്പോൾ ആ ഭാഗത്തു നിന്നുള്ള പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യുക. ഓരോ ഭാഗത്തു നിന്നുള്ള എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ള കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടില്ലേ, കോഡിങ്ങും ഡീകോഡിങ്ങും അതിലെ ഷോർട്ട് കട്ട്സും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. ദെൻ ജൂലൈ 13 to 14 വരുന്ന സമയത്ത് ഫിസിക്സിലെ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ആണ് നമ്മൾ കവർ ചെയ്യേണ്ടത്. നമുക്ക് 3 മാർക്കാണ് ആ ഒരു ടോപ്പിക് ഏരിയകളിൽ നിന്ന് ഉണ്ടായിരിക്കുക. ദെൻ നെക്സ്റ്റ് ജൂലൈ 15 and 16 അടുത്ത 2 ദിവസം നമ്മൾ കെമിസ്ട്രിയിലെ അനലിറ്റിക്കൽ പ്രിൻസിപ്പിൾസ് എന്നുള്ള ഏരിയയിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സബ്ജക്ട് വൈസ് ആ ഏരിയയിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അത് കവർ ചെയ്യേണ്ടത്. അപ്പോൾ ആ കാര്യങ്ങളാണ് നെക്സ്റ്റ് നമ്മൾ അടുത്തതായിട്ട് നോക്കേണ്ടത്. പിന്നീട് വരുന്നത് ജൂലൈ 17th മാത്സിന്റെ ഭാഗത്തിൽ നിന്നും മെൻസുറേഷന്റെ ഭാഗമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കവർ ചെയ്യേണ്ടത്. 2 മാർക്കാണ് നമുക്ക് അവിടെ മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ജൂലൈ 17 and 18 2 ദിവസങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഭാഗങ്ങൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ജൂലൈ 19 to 20 ഫിസിക്സിലെ ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ് എന്നുള്ള ഭാഗമാണ് നമ്മൾ കവർ ചെയ്യേണ്ടത്. 3 മാർക്കാണ് നമുക്ക് അവിടെ ആ ടോട്ടൽ മാർക്ക് വരുന്നത്. ഹീറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, തെർമോഡൈനാമിക്സിന്റെ ലോസ് അല്ലെ, അപ്പർ തെർമോഡൈനാമിക് പ്രോസസ്സുകൾ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഫിസിക്സ് ഭാഗത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, കവർ ചെയ്യണം. ദെൻ ജൂലൈ 21 and 22 കെമിസ്ട്രിയുടെ ഭാഗത്ത് നിന്ന് പോളിമർ എന്നുള്ള ഭാഗം, പോളിമേഴ്സ് പറയുന്ന ഭാഗം, പോളിമർ കെമിസ്ട്രി എന്നുള്ള ആ കെമിസ്ട്രിയിലെ ആ മെയിൻ ആയിട്ടുള്ള ടോപ്പിക്കും കാര്യങ്ങളും അല്ലെ, 3 മാർക്കാണ് നമുക്ക് എന്ത് വരുന്നത്, ആ ഒരു ഏരിയക്ക് വരുന്നത്. ആ ഭാഗങ്ങളായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കവർ ചെയ്യേണ്ടത്. ദെൻ ജൂലൈ 23 and 24 മാത്സിന്റെ ഭാഗത്ത് നിന്നില്ല ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിന്റെ ഭാഗം, ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് 2 മാർക്കിനാണുള്ളത്. ആ ഭാഗമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കവർ ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ നമ്മൾ ഏതൊരു ഭാഗം പഠിക്കുന്ന സമയത്തും അപ്പോൾ പ്രോപ്പറായിട്ട് ആ സിലബസിലെ പറയുന്ന സബ്ജക്റ്റിന്റെ എല്ലാ ഏരിയയും നമ്മൾ എന്ത് ചെയ്യണം, കവർ ചെയ്ത് പഠിക്കണം. അതോടൊപ്പം തന്നെ അതിന്റെ ഒരു ക്വിക്ക് ആയിട്ടുള്ള റിവിഷൻ നമ്മൾ നടത്തണം. നമ്മളൊന്ന് പഠിക്കുന്നതിനേക്കാളും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്, റിവിഷൻ ചെയ്യുമ്പോഴാണ്. സോ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ക്വിക്ക് ആയിട്ടുള്ള റിവിഷൻ ചെയ്യണം. അതോടൊപ്പം തന്നെ അതിൽ നിന്നുള്ള ഒരു സ്മാർട്ട് നോട്ട് നമ്മളുടേതായ രീതിയിൽ ഒരു ക്യാപ്സൂൾ പോലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് വെച്ചിട്ട് ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ മറന്നു പോകാതിരിക്കാൻ വേണ്ടി അതെല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനൊരു സ്മാർട്ട് നോട്ട് കൂടി മേക്ക് ചെയ്യുകയും അതിൻ്റെ കൂടെ തന്നെ ചെയ്യണം. അതോടൊപ്പം തന്നെ ആ ടോപ്പിക് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാക്സിമം വർക്ക്ഔട്ട് ചെയ്യുക. എക്സാമുകൾ ആ ടോപ്പിക് ബേസ്ഡ് ആയിട്ടുള്ള എക്സാംസ് കാര്യങ്ങൾ നമ്മൾ അറ്റൻഡ് ചെയ്യുകയും ചെയ്യുക. ദെൻ നെക്സ്റ്റ് ജൂലൈ 25, 26, 27 ഈ അടുത്ത 3 ദിവസങ്ങളിലായിട്ട് ഫിസിക്സിന്റെ ഭാഗത്തു നിന്നുള്ള ഒപ്റ്റിക്സ് എന്നുള്ള ഭാഗത്ത് നിന്ന് അല്ലെ, ഒപ്റ്റിക്സിന്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളാണ്
കവർ ചെയ്യേണ്ടത്. അത്യാവശ്യം നമുക്ക് 5 മാർക്കോളം വരുന്ന ഭാഗമാണ് ഒപ്റ്റിക്സ് എന്ന് പറയുന്നത്. കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് അടുത്തൊരു 3 ദിവസം അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. നെക്സ്റ്റ് ജൂലൈ 28, 29 ആ ദിവസങ്ങളിൽ കെമിസ്ട്രി ഇൻ എവരിഡേ ലൈഫ് എന്നുള്ള ഭാഗത്ത് നിന്നുള്ള കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്യണം. 3 മാർക്കാണ് നമുക്ക് അതിന്റെ ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളും വരുന്നത്. നെക്സ്റ്റ് ജൂലൈ 30 and 31 വരുന്നത് മാത്സിലെ മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ് എന്നുള്ള ഭാഗത്ത് നിന്നുള്ള പ്രോബ്ലംസ് കാര്യങ്ങൾ നമ്മൾ അത് എന്ത് ചെയ്യണം, വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണം. 3 മാർക്കാണ് അതിലും നമുക്ക് എന്ത് ചെയ്യുന്നത്, മാർക്കിന്റെ ഒരു ക്രൈറ്റീരിയ വരുന്നത്. നെക്സ്റ്റ് ഓഗസ്റ്റ് മന്തിലോട്ട് കയറി കഴിഞ്ഞാൽ അല്ലെ, നമുക്ക് സെപ്റ്റംബറിലാണ് എക്സാം, സെപ്റ്റംബർ 5 എക്സാം. സോ ഓഗസ്റ്റ് മന്തിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നീട് ഫിസിക്സിലെ അടുത്ത ഭാഗമായ ഓഗസ്റ്റ് 1 and 2 നമ്മൾ ഫിസിക്സിലെ അടുത്ത ഭാഗമായ ഇലക്ട്രോസ്റ്റാറ്റിക് ആൻഡ് കറണ്ട് ഇലക്ട്രിസിറ്റി എന്നുള്ള ഭാഗത്ത് നിന്ന് ഭാഗമായിരിക്കണം നമ്മൾ പഠിക്കേണ്ടത്. ഇത് നമ്മളുടെ ഒരു പ്ലാൻ ആണ്. കാരണം നമ്മൾ സിലബസിനെ ബേസ് ചെയ്ത് ഫിസിക്സും കെമിസ്ട്രിയും കമ്പ്യൂട്ടറും അതേപോലെ തന്നെ ഇലക്ട്രോണിക് മെഷർമെന്റ് സിസ്റ്റംസും മാത്സും എല്ലാം തന്നെ ഉൾപ്പെടുത്തി ആൾട്ടർനേറ്റ് ഡേയ്സിൽ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ അല്ലെ, നമ്മളെ ബോറടിക്കാതെ നമുക്ക് മടുപ്പ് വരാതെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സിലബസിന്റെ പ്ലാന് സെറ്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഓഗസ്റ്റ് 3 to 4 എന്ന് പറയുന്ന ഡേയ്സിൽ നമ്മൾ എന്തെങ്കിലും കെമിസ്ട്രിയിലെ ഫ്യൂവൽസ്, പ്രൊപ്പല്ലൻസ്, എക്സ്പ്ലോസീവ്സ് എന്നുള്ള ഭാഗത്ത് നിന്നുള്ളതായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അത് കവർ ചെയ്യേണ്ടത്. ഓഗസ്റ്റ് 5 മാത്സിലെ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസിന്റെ ഭാഗം എന്ത് ചെയ്യണം, നമ്മൾ കവർ ചെയ്യണം. അതാണ് നെക്സ്റ്റ് അടുത്തതായിട്ട് നമ്മൾ കവർ ചെയ്യേണ്ട ഭാഗം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഓഗസ്റ്റ് 6 ഫിസിക്സിലെ മാഗ്നറ്റിസം എന്നുള്ള ഭാഗമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കവർ ചെയ്യേണ്ടത് അല്ലെ. ഫിസിക്സിലെ മാഗ്നറ്റിസം എന്നുള്ള ഭാഗമാണ് നമ്മൾ കവർ ചെയ്യേണ്ടത്. ഓഗസ്റ്റ് 7 വരുമ്പോൾ കെമിസ്ട്രിയിലെ നാനോ മെറ്റീരിയൽസ് എന്നുള്ള ഭാഗം കൂടി നമ്മൾ നെക്സ്റ്റ് ഡേ ആയിട്ട് കവർ ചെയ്യണം. അപ്പോൾ ഇതിൽ ചെറിയ ടോപ്പിക്സ് ആണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യുക, കവർ ചെയ്തിട്ട് പോരുക. ഓഗസ്റ്റ് 8 and 9 വരുന്ന സമയത്ത് മാത്സിലെ പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് എന്നുള്ള ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. സോ ഓഗസ്റ്റ് 8 and 9 നമ്മൾ എന്ത് ചെയ്യണം, മാത്സിലെ ഈ ഭാഗങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണം. ഓഗസ്റ്റ് 10 വരുന്ന സമയത്ത് ഫിസിക്സിലെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, AC കറണ്ടിലെ ആൾട്ടർനേറ്റിംഗ് കറണ്ട്, AC കറണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു ഭാഗത്ത് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ ഓഗസ്റ്റ് 10 എന്ന് പറയുന്നത്. ഓഗസ്റ്റ് 11 and 12 ദിവസങ്ങളിൽ നമ്മൾ കെമിസ്ട്രിയിലെ സ്പെക്ട്രോസ്കോപ്പി എന്നുള്ള ഏരിയ നമ്മൾ എന്ത് ചെയ്യണം, കവർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഓഗസ്റ്റ് 13 to 14 മാത്സിലെ ആപ്ലിക്കേഷൻസ് ഓഫ് ഡിഫറൻസിയേഷൻ ആ ഭാഗത്ത് നിന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പഠിക്കേണ്ടത് അല്ലെ. മാത്സിലെ ഡിഫറൻസിയേഷൻ്റെ അപ്ലിക്കേഷൻസും കാര്യങ്ങളും അതിലെ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ആ ഭാഗത്ത് നിന്നുള്ള ഫുൾ സിലബസ് കവറേജ് കഴിഞ്ഞതിന് ശേഷം അതിൽ ക്വിക്കായിട്ടുള്ള റിവിഷനും കാര്യങ്ങളും ചെയ്തതിന് ശേഷം സ്മാർട്ട് നോട്ട്സ് കാര്യങ്ങളൊക്കെ മേക്ക് ചെയ്ത് അതുമായി ബന്ധപ്പെട്ടുള്ള ടോപ്പിക് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആ ഒരു പാർട്ടിനെ കംപ്ലീറ്റ് ചെയ്തിട്ട് പോകേണ്ടത്, ആ ടോപ്പിക്കിനെ കംപ്ലീറ്റ് ചെയ്ത് പോകേണ്ടത്. നെക്സ്റ്റ് ഓഗസ്റ്റ് 15 to 16 ഓഗസ്റ്റ് 15 and 16 ആ ദിവസങ്ങളിലൊക്കെ ഫിസിക്സിലെ ഇലക്ട്രോണിക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഓഗസ്റ്റ് 17 എത്തുന്ന സമയത്തേക്ക് ഓഗസ്റ്റ് 17 നമ്മൾ കെമിസ്ട്രിയാണ് നമ്മൾ ടൈം ടേബിൾ ഇട്ടുള്ളത്. എൻവിറോൺമെന്റൽ കെമിസ്ട്രി എന്നുള്ള ഭാഗം നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണം. നെക്സ്റ്റ് ഓഗസ്റ്റ് 18 and 19 മാത്സിലെ ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രേഷൻ അല്ലെ, ഇൻ്റഗ്രേഷൻ്റെ ആപ്ലിക്കേഷൻസും കാര്യങ്ങളും വരുന്ന ഏരിയ ആയിരിക്കണം നമ്മൾ മാത്സിൽ പഠിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണം. പിന്നെ ഓഗസ്റ്റ് 20 ആവുന്ന സമയത്ത് ഫിസിക്സിലെ ആറ്റംസ് എന്നുള്ള ഭാഗങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണം. ഓഗസ്റ്റ് 21 ആകുമ്പോഴത്തേക്കും മാത്സിലെ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്നുള്ള ഭാഗവും നമ്മൾ പഠിക്കാൻ വേണ്ടി യൂസ് ചെയ്യണം. അതായത് നമ്മൾ ഏകദേശം എക്സാമിന്റെ ഒരു 20 ദിവസം മുന്നേക്കായിട്ട് നമ്മൾ സിലബസിലെ മുഴുവൻ കാര്യങ്ങളും എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്യണം. ബാക്കിയുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഫൈനൽ റിവിഷൻ നടത്താനും നമുക്ക് എക്സാമുകൾ എഴുതുന്ന സമയത്ത് നമുക്ക് വരുന്ന കറക്ഷൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് വരുന്ന മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അത് നികത്തി നമ്മൾ വീണ്ടും ഒരു ഫൈനൽ ലാപ്പിൽ നമുക്ക് നമ്മളുടെ തെറ്റുകളൊക്കെ തിരുത്തി മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ എങ്ങനെയൊക്കെ സ്കോർ ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സോ 22 മുതൽ ഓഗസ്റ്റ് 22 മുതൽ 25 ലാസ്റ്റ് ദിവസങ്ങളിൽ നമ്മൾ മൊത്തം എന്ത് ചെയ്യണം, ടോപ്പിക്സിനെ ഒന്ന് നമ്മളെ ഷോർട്ട് നോട്ട്സും നമ്മളെ ക്യാപ്സൂൾ നോട്ട്സും ഇക്വേഷൻസ് എഴുതി വെച്ച ബുക്കുകളൊക്കെ എടുത്ത് നോക്കി കറക്റ്റായിട്ട് ക്വിക്കായിട്ടുള്ള ഒരു റിവിഷൻ നടത്തിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അടുത്ത ഒരു 3 ദിവസം നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഒരു ഓഗസ്റ്റ് 26 മുതൽ സെപ്റ്റംബർ 2 വരെ നമുക്കൊരു ഏകദേശം ഒരു 5 to 6 ഡേയ്സ് എന്ന് പറയുന്നത് നമുക്ക് എക്സാംസ് എഴുതാൻ വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യാം. കുറച്ചധികം മോഡൽ എക്സാംസ് ഡെയിലി 1-2 എക്സാംസിലെ ഫുള്ളായിട്ടുള്ള എക്സാംസ് കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതി നോക്കുക. അപ്പോൾ നമുക്ക് എല്ലാ ഭാഗത്തും ഓരോ ഭാഗത്തു നിന്നുള്ള ടോപ്പിക് വൈസ് ടെസ്റ്റ് പഠിച്ചതൊക്കെ നമ്മൾ മറന്നു പോയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ വീണ്ടും നമുക്കൊരു
പോയി കഴിഞ്ഞതിന് ശേഷം റിവിഷൻ എടുത്ത് ആ ഭാഗങ്ങളെ വീണ്ടും ഒന്നുകൂടി മനസ്സിലാക്കി പഠിക്കാനൊക്കെ നമുക്ക് ഈ ഒരു ദിവസങ്ങളിൽ ഉപയോഗിക്കാം. ദെൻ ലാസ്റ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ 3 and 4 എന്ന് പറയുന്നത് നമ്മളുടെ എക്സാമിന്റെ തൊട്ട് മുന്നുള്ള 2 ദിവസങ്ങളാണ്. നമ്മൾ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ബാക്കിയുള്ള ആ സമയം നമ്മൾ ഫൈനലി ഒന്ന് എല്ലാ ഭാഗങ്ങളും നോക്കി നമ്മളെ മിസ്റ്റേക്സുകൾ കാര്യങ്ങളൊക്കെ തിരുത്തി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട പോയിന്റ്സുകളൊക്കെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്നുകൂടി റിവിഷൻ അടിച്ച് നമ്മുടെ മനസ്സിലോട്ട് കറക്റ്റായിട്ട് ഉറപ്പിച്ചിട്ട് ലാസ്റ്റ് നമ്മൾ എക്സാമിന് വേണ്ടിയിട്ട് സെപ്റ്റംബർ 5 എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കണം. സോ ഇതെന്ന് പറയുന്നത് നമ്മളൊരു 70 ഡേയ്സിൻ്റെ ഒരു പ്ലാനാണ്, സ്റ്റഡി പ്ലാനാണ്. നമ്മൾ കൃത്യമായിട്ട് തന്നെ സിലബസിൻ്റെ എല്ലാ ഭാഗവും കവർ ചെയ്യുന്ന രീതിയിലാണ് പ്ലാന് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഇത് ടെക് PSCയുടെ പുതിയ കോഴ്സിൽ നിങ്ങൾക്ക് ഈ ഒരു ഈ ഒരു സ്റ്റഡി പ്ലാൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും. അപ്പോൾ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ സിലബസിൻ്റെ ക്ലാസ്സസ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. PDF നോട്ട്സ് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ, മോഡൽ എക്സാമുകളൊക്കെ വേണം. നമ്മളൊരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള ഒരു സിലബസ്, കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് നമ്മുടെ എക്സാമിലെ റാങ്ക് ലിസ്റ്റിൽ നമ്മൾ ഏറ്റവും ഉയരത്ത് വരാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ സഹായിക്കും. സോ എന്ത് ചെയ്യുക, ടെക് PSCയുടെ കൂടെ ചേർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളായ നിങ്ങൾ എന്ത് ചെയ്യുക, ഉടനെ തന്നെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇതേപോലെ നമ്മൾ ഇൻസ്പെക്ടർ ഇൻ ലീഗൽ മെട്രോളജി കോഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇതേപോലുള്ള മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.